സുഹൃത്തുക്കളെ, ഞാൻ അരുൺ. ആദ്യമായി തന്നെ എന്റെ 1 മമ്മിയും തമിഴ് പണിക്കാരും 2 മമ്മിയും കിഴവൻ മസാജറും എന്ന 2 കഥയ്ക്കും മികച്ച പ്രതികരണം നൽകിയ നിങ്ങൾക്ക് ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ ഓരോ കമന്റ്സും എഴുതാനുള്ള എന്റെ പ്രചോദനമാണ്. തുടർന്നും കഥയെക്കുറിച്ചും മമ്മിയെക്കുറിച്ചുമുള്ള മികച്ച കമന്റ്സ് പ്രതീക്ഷിക്കുന്നു. ഞാൻ എന്റെ അടുത്ത കഥയിലേക്ക് കടക്കട്ടെ. പനി ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ എനിക്ക് കൂട്ടിരുന്ന മമ്മിയെ ഒതുക്കത്തിൽ വിളിച്ച പെയിന്റ് പണിക്കാർ. ഞാനും എന്റെ മമ്മിയും മാത്രമടങ്ങുന്നതാണ് എന്റെ കുടുംബം. അച്ഛൻ ഞാൻ 2 പഠിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി. എന്റെ മമ്മി ഗുജറാത്തിലാണ് ജനിച്ചതും വളർന്നതും. മമ്മിയുടെ അച്ഛനും അമ്മയും മലയാളികളാണ്. അവർ ജോലി കിട്ടി ഗുജറാത്തിൽ സെറ്റിൽ ചെയ്തു. അതുകൊണ്ട് തന്നെ മമ്മിക്ക് മലയാളം നന്നായി സംസാരിക്കാൻ അറിയാം. അച്ഛന് പണ്ട് ഗുജറാത്തിലായിരുന്നു ജോലി. അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ് മമ്മിയെ. അങ്ങനെ വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ അവർ വിവാഹം കഴിച്ചു. അതോടെ മമ്മിയുടെ വീട്ടുകാരുമായുള്ള ബന്ധം ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ അവർ അച്ഛന്റെ നാടായ എറണാകുളത്തെത്തി. അവിടെ അച്ഛനെ കൂടാതെ അച്ഛന്റെ അമ്മാവനും അമ്മായിയും ഉണ്ടായിരുന്നു. അവർക്ക് മക്കളില്ല. വീട്ടിലെ ചിലവുകളൊക്കെ നോക്കിയിരുന്നത് അച്ഛനായിരുന്നു. ഞാൻ ജനിച്ചത് അവിടെയാണ്. അങ്ങനെയിരിക്കുമ്പോഴാണ് അച്ഛന്റെ മരണം. അത് മമ്മിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ അച്ഛന്റെ ജോലി മമ്മിക്ക് കിട്ടി. പക്ഷേ ഏറെ താമസിയാതെ തന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. അത് പറയുന്നതിനു മുൻപ് മമ്മിയെപ്പറ്റി അല്പം പറയേണ്ടതുണ്ട്. മമ്മി ഒരു ആറ്റം ചരക്കാണ്. നല്ല പാലിന്റെ നിറം. അല്പം വണ്ണമുണ്ട്, എന്നാൽ ബോറല്ല. കണ്ടാൽ ആക്ട്രസ് രശ്മി ബോബനെ പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. ആര് കണ്ടാലും ഒന്ന് കേറി മേയാൻ തോന്നിപ്പോകുന്ന ഒരു ഒന്നൊന്നര ഉരുപ്പടി. ഇതിനെ ഒന്ന് കളിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകാത്ത ആരും ആ നാട്ടിലുണ്ടാവില്ല. മമ്മി സാരിയാണ് അധികവും ഉടുക്കാറ്. സാരി ഉടുക്കുമ്പോൾ മമ്മിയുടെ പിൻഭാഗം മുഴച്ചു നിൽക്കും. മുൻവശവും ഒട്ടും മോശമല്ല. നൈറ്റി ഇടുമ്പോൾ അവിടും കൂർത്ത് നിൽക്കും. മമ്മി അല്പം ഫാഷൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. മുടി സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ട്. ആര് കണ്ടാലും വായിൽ വെള്ളമൂറുന്ന തരത്തിലാണ് മമ്മിയുടെ ഒരുക്കം. പുറം മുഴുവൻ കാണാവുന്ന തരത്തിലുള്ള ഇറക്കി വെട്ടിയ ബ്ലൗസും ഇടുപ്പും വയറും മുഴുവൻ കാണാവുന്ന രീതിയിൽ സാരിയും ചുറ്റിയാണ് മമ്മി പുറത്തിറങ്ങാറ്. നടക്കുമ്പോൾ മമ്മിയുടെ നെയ് പോലത്തെ ചന്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങിക്കൊണ്ടിരിക്കും. അത് കാണാൻ വേണ്ടി മാത്രം ഞങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ പലരും ഞങ്ങളെ പിന്തുടരാറുണ്ടായിരുന്നു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. മമ്മിയെ പോലൊരു നെയ്യലുവ ചരക്കിനെ കിട്ടിയാൽ ആരെങ്കിലും വെറുതെ വിടുമോ? മമ്മിയുടെ തുള്ളിക്കളിക്കുന്ന നെയ്ക്കുണ്ടിയിലേക്ക് അവരുടെ കഴുകൻ കണ്ണുകൾ നീളുന്നത് എനിക്ക് കാണാമായിരുന്നു. മമ്മി അതൊന്നും ശ്രദ്ധിക്കാതെ അവരെയെല്ലാം കൊതിപ്പിച്ച് അങ്ങനെ നടക്കും. ആദ്യമൊക്കെ എന്നിൽ അത് വല്ലാത്ത ദേഷ്യവും വെറുപ്പും ഉണ്ടാക്കിയിരുന്നു. എന്നാൽ പിന്നീടെപ്പോഴോ ഞാനും അത് ആസ്വദിക്കാൻ തുടങ്ങി. ഇപ്പോൾ അങ്ങനെയുള്ള രംഗങ്ങൾ കാണുമ്പോൾ എന്റെ ഷഡ്ഡിക്കുള്ളിൽ ചലനങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. സംഭവം നടക്കുമ്പോൾ ഞാൻ +2 പഠിക്കുന്നു. എനിക്ക് അന്ന് 18 വയസ്സ് പൂർത്തിയായ സമയം. മമ്മിക്ക് അന്ന് 40 വയസ്സ് പ്രായമുണ്ടാവും. സ്കൂളിൽ നിന്ന് എനിക്ക് കലശലായ വയറുവേദന അനുഭവപ്പെട്ടു. ഞാൻ ഛർദ്ദിച്ചു. 2-3 തവണ വയറ്റിൽ നിന്നും പോവുകയും ചെയ്തു. ഞാൻ ക്ലാസ് ടീച്ചറോട് കാര്യം പറഞ്ഞു. ടീച്ചർ നേരെ ഓഫീസിൽ പോയി ഞങ്ങളുടെ പ്യൂൺ അജിത്ത് ഏട്ടനെ കൂട്ടിക്കൊണ്ടുവന്നു. അജിത്തേട്ടന് ഒരു 50 വയസ്സിന് അടുത്ത് പ്രായമുണ്ട്. നീളം കുറഞ്ഞ് മെലിഞ്ഞ് ഇരുനിറമുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ ആകെ തളർന്നിരിക്കുന്ന എന്നെ അജിത്തേട്ടൻ ഓഫീസിനോട് ചേർന്ന ഒരു മുറിയിൽ കൊണ്ടു കിടത്തി. അവിടത്തെ ജനലിനോട് ചേർന്ന കട്ടിലിൽ ഞാൻ കിടന്നു. ആ ജനലിലൂടെ നോക്കിയാൽ താഴെ പാർക്കിങ്ങിൽ വരുന്ന വണ്ടികൾ കാണാമായിരുന്നു. അജിത്തേട്ടൻ എന്നോട് വീട്ടിലേക്ക് വിളിക്കാൻ അച്ഛന്റെ ഫോൺ നമ്പർ തിരക്കി. അച്ഛൻ മരിച്ചു പോയെന്നും മമ്മിയുടെ ഫോൺ നമ്പർ തരാമെന്നും പറഞ്ഞ് ഞാൻ മമ്മിയുടെ നമ്പർ കൊടുത്തു. അയാൾ മമ്മിയെ വിളിച്ച് എനിക്ക് പെട്ടെന്ന് വയ്യാതായെന്നും ഒന്ന് സ്കൂളും വരെ വരണമെന്നും മമ്മിയോട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോയിൽ മമ്മി സ്കൂളിൽ വന്നിറങ്ങി. ഒരു മഞ്ഞ സാരിയും കറുപ്പ ബ്ലൗസുമായിരുന്നു വേഷം. ഞാൻ നേരത്തെ വീട്ടിൽ നിന്നിറങ്ങുന്ന കാരണം മമ്മി പോകുന്നത് ഞാൻ കാണാറില്ലായിരുന്നു. മമ്മിയെ കണ്ടതും ഞാൻ മമ്മി എന്നുറക്കെ വിളിച്ചു. മമ്മി എന്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കി. ഞാൻ കൈ പൊക്കി കാണിച്ചു. എന്നിട്ട് അതിലെ വരാൻ ചൂണ്ടിക്കാണിച്ചു. ഞാൻ കിടക്കുന്ന മുറിയിൽ എത്തണമെങ്കിൽ ഒരു ഇടനാഴിയിലൂടെ ഒക്കെ ചുറ്റിവളഞ്ഞു വരണം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മമ്മി എത്തി. ഞാൻ നോക്കുമ്പോൾ അജിത്തേട്ടൻ ആകെ ഞെട്ടിത്തെറിച്ച് ഇതേതാ ഈ യമണ്ടൻ ചരക്ക് എന്ന രീതിയിൽ മമ്മിയെ അടിമുടി നോക്കി വായിൽ വെള്ളം മുറിച്ച് കൊണ്ട് കൊതിയോടെ നിൽക്കുന്നു. മമ്മി എന്തുപറ്റി മോനെ എന്നു ചോദിച്ച് എന്റെ അടുത്ത് വന്നിരുന്ന് എന്റെ തലയിൽ പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. അജിത്തേട്ടൻ ആകട്ടെ സൈഡിൽ നിന്നുകൊണ്ട് സാരിക്കിടയിൽ കൂടി മമ്മിയുടെ വെളുത്ത വയറും പൊക്കിളും മുലയും ഒക്കെ നോക്കി ചുണ്ടു കടിച്ച് ഷോക്കടിച്ച പോലെ നിൽക്കുന്നു. കാമാർത്തി മൂത്ത അയാൾ പരിസരം മറന്നുകൊണ്ട് അയാളുടെ പാന്റിന്റെ മുൻവശം പതുക്കെ മുകളിലേക്കും താഴോട്ടും തടവി. നല്ല വേദന ആയിരുന്നിട്ടു കൂടി അയാളുടെ ആ പ്രവൃത്തി എന്നിൽ അനാവശ്യ ചിന്തകൾക്കു വഴിവെച്ചു. മമ്മിയെ കൊത്തിപ്പറിക്കുന്ന അയാളുടെ നോട്ടം കണ്ടാലറിയാം, ഈ ആറ്റൻ സാധനത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് പൂശാൻ കിട്ടിയിരുന്നെങ്കിൽ. അതായിരുന്നു അയാളുടെ ചിന്ത.
വാ മോനെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞ് മമ്മി എന്റെ വലതു കൈയെടുത്ത് മമ്മിയുടെ കഴുത്തിന് മുകളിൽ കൂടി ഇട്ടു. എന്നിട്ട് മമ്മിയുടെ വലതു കൈ കൊണ്ട് എന്റെ കൈയിലും ഇടതു കൈ എന്റെ വയറിന്റെ സൈഡിലും പിടിച്ചു. എന്നിട്ട് പതുക്കെ ചേർത്തു പിടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചു. മമ്മിയുടെ വയറിന്റെ സൈഡ് എന്റെ ശരീരത്തിൽ ചേർന്നിരിക്കുന്നത് എനിക്കറിയാമായിരുന്നു. ഇത് കണ്ടതും അജിത്തേട്ടൻ മമ്മിയോട് ഞാനും കൂടി സഹായിക്കാം മേഡം എന്നും പറഞ്ഞ് അയാൾ എന്റെ ബാഗ് എടുത്ത് അയാളുടെ തോളിലിട്ടു. എന്റെ ഇടതു കൈ അയാളുടെ കഴുത്തിന് മുകളിലൂടെ ഇട്ടു. അയാൾ ഒരു കൈ കൊണ്ട് എന്റെ കൈയിൽ പിടിച്ചു. അയാളുടെ വലതു കൈ കൊണ്ട് എന്റെ വയറിന്റെ വലതു ഭാഗത്ത്, മമ്മിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് ഇല്ലാത്ത സ്ഥലം ഉണ്ടാക്കി അയാൾ പിടിച്ചു. അയാളുടെ കൈ മമ്മിയുടെ വയറിനോട് അമർന്ന് ഇരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. പതുക്കെ നടന്നോളൂ വരും, ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, എന്തെങ്കിലും വേദനയോ മറ്റോ ഉണ്ടെങ്കിൽ പറയണേ, അജിത്തേട്ടൻ പറഞ്ഞു. അങ്ങനെ എന്റെ ഇരുവശങ്ങളിലും നിന്ന് എന്നെ അവർ പൊക്കിയെടുത്തു. മമ്മി വന്ന ഓട്ടോയ്ക്ക് അടുത്തേക്ക് നടന്നു. ഞങ്ങൾ നടക്കുന്നതിനനുസരിച്ച് അജിത്തേട്ടൻ കൈ വിരലുകൾ നിവർത്തുകയും അറിയാത്ത രീതിയിൽ മമ്മിയുടെ പഞ്ഞിക്കെട്ട പോലത്തെ വയറിൽ മുകളിലേക്കും താഴേക്കും ഉരസിക്കൊണ്ടിരുന്നു. മമ്മിയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഞാൻ കണ്ടില്ല. മമ്മി ഒന്നും പ്രതികരിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ അയാൾ വീണ്ടും കൈവിരലുകളുടെ പുറം കൊണ്ട് മമ്മിയുടെ വയറിൽ കളം വരക്കാൻ തുടങ്ങി. ഇത്തവണ മമ്മിക്കത് മനസ്സിലായി. മമ്മിയുടെ ശരീരം എന്റെ ശരീരത്തു നിന്ന് ചെറുതായി ഒന്നകന്നു. ശരിക്കു പിടിക്കണേ മേഡം, അയാൾ പറഞ്ഞു. മമ്മി വീണ്ടും എന്നോട് ചേർന്ന് വന്നു. ഇത് കണ്ടതും അയാൾ പതുക്കെ അയാളുടെ കൈ അവിടെ നിന്നും വലിച്ചൂരി. അതവിടെ തന്നെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച ഞാൻ മണ്ടനായി. പിന്നീട് ഞാൻ കാണുന്നത് മമ്മി ഒന്നു ഞെട്ടി അയാളെ നോക്കുന്നതാണ്. അയാൾ ഒരു ചെറിയ ചിരിയോട് കൂടി കൂളായി മുന്നോട്ട് നടന്നു. എന്റെ പിറകിൽ ഞാനറിയാതെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എനിക്കത് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ വളരെ അധികം വിഷമിച്ചു. ഞങ്ങൾ ഓട്ടോയുടെ അടുത്ത് എത്തുന്നവരെ മമ്മി അയാളെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടിത്തിരിയുകയും അയാളെ നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഓട്ടോയുടെ അടുത്തെത്തി. ഡ്രൈവർ അതിലുണ്ടായിരുന്നില്ല. അജിത്തേട്ടൻ എന്റെ കയ്യിൽ നിന്നും പിടിവിട്ടു. മമ്മി എന്നെ പിടിച്ച് പതുക്കെ ഓട്ടോയ്ക്കത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തല സൈഡിലേക്ക് തിരിച്ച് ഇടം കണ്ണിട്ട് പിറകിലേക്ക് ഒന്ന് നോക്കി. എന്റെ എല്ലാ സംശയങ്ങളുടെയും ഉത്തരം എനിക്ക് കാണാൻ സാധിച്ചു. അയാൾ എന്റെ ബാഗു കൊണ്ട് മറച്ചു പിടിച്ച് അയാളുടെ വലതു കൈ കൊണ്ട് മമ്മിയുടെ വെണ്ണക്കുണ്ടികൾ രണ്ടും ഞെക്കി ഉടയ്ക്കുന്നു. മമ്മി ഓട്ടോയിൽ കരയുമ്പോൾ അയാൾ മമ്മിയോട് ചേർന്ന് നിന്ന് ഞാൻ കാണാതെ അയാളുടെ കൈ ആദ്യം സീറ്റിൽ മലത്തിവെച്ചു. മമ്മി അതിൽ ഇരുന്നതും അയാൾ ഉള്ളിലേക്ക് ഏന്തുവലിഞ്ഞു നിന്ന് ഓട്ടോയുടെ പിറകിലത്തെ ഭാഗത്ത് എന്റെ ബാഗ് വെക്കുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ അടിയിൽ കൂടി മമ്മിയുടെ കുണ്ടി കശക്കി ഞെരിക്കുകയാണെന്ന് മമ്മിയുടെ ഭാവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് എന്റെ സാധനം പതുക്കെ പൊങ്ങിത്തുടങ്ങി. ഞാൻ പതുക്കെ ക്ഷീണം അഭിനയിച്ച് ഓട്ടോയുടെ സൈഡിൽ തല ചാരി വെച്ച് കണ്ണടച്ചിരുന്നു. മമ്മി ഞാൻ ഇതെങ്ങാനും കാണുന്നുണ്ടോ എന്ന മട്ടിൽ എന്നെ നോക്കി. അയാൾ മമ്മിയോട് മേഡം, മേഡത്തിന് ഈ ബാഗ് അല്പം അങ്ങോട്ട് നീക്കൂ, എന്നാൽ മോന്റെ ബാഗ് ഇവിടെ ഗ്യാപ്പിൽ വെക്കാം എന്ന് പറഞ്ഞു. അവിടെ ഒന്നല്ല 9 ബാഗ് വേണമെങ്കിലും വെക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നു. ഓട്ടോ ഡ്രൈവർ വരുന്നവരെ മമ്മിയെ പിടിക്കാനുള്ള അയാളുടെ സൂത്രമാണിതെന്ന് എനിക്ക് മനസ്സിലായി. മമ്മി എന്നെ ഒന്ന് നോക്കി, എന്നിട്ട് നെറ്റിക്ക് കൈ താങ്ങി വെച്ച് കണ്ണടച്ച് തല താഴ്ത്തിയിരുന്നു. എന്നാൽ നമുക്ക് പോകാം. പെട്ടെന്നാണ് ഞങ്ങൾ 3 പേരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ചോദ്യം വന്നത്. ആ ഓട്ടോ ഡ്രൈവർ വന്നു. അജിത്തേട്ടൻ ഞെട്ടിത്തെറിച്ച് മമ്മിയുടെ അടിയിൽ നിന്നും വേഗം കൈ വലിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അത് നടന്നില്ല. മമ്മി വേഗം സാരി വെച്ച് അയാളുടെ കൈ മറച്ചു പിടിച്ചു. എന്നിട്ട് ചാടി നേരിയിരുന്നു. ഞാൻ ഞെട്ടി എണീറ്റു. അയാൾ അജിത്തേട്ടനെ കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുന്നു. അജിത്തേട്ടനെ